ഇപ്പോൾ ലഭിക്കുന്ന ഒരു സുപ്രധാനമായ വാർത്തയിലേക്ക് കൂടി പോകുന്നു. ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവാകും. മറ്റ് നിയമനങ്ങളുടെയും വിവരങ്ങൾ വരുന്നുണ്ട്. ഷീജ ചേർന്നു തത്സമയം. ഷീജ, വിശദാംശങ്ങൾ. സൗമ്യ, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് അന്തിമ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസിനെ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി നിയമിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ എം കെ ദാമോദരനെ ലീഗൽ അഡ്വൈസറായി നിയമിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. VSSE ഡയറക്ടറായിരുന്ന ചന്ദ്രദത്തനെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. മറ്റു നിയമനങ്ങൾ എന്ന് പറയുന്നത് വി ജെ കുര്യൻ IAS-നെ ജലവിഭവ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് കോസ്റ്റൽ ഷിപ്പിംഗ്, ഇൻലാൻഡ് നാവിഗേഷൻ, അതോടൊപ്പം തന്നെ അന്തർ സംസ്ഥാന ജലസെൽ എന്നിവയുടെ അധിക ചുമതല കൂടി നൽകാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഗതാഗത വകുപ്പ് സെക്രട്ടറി ജ്യോതിലാലിന് അദ്ദേഹത്തിന് മൃഗസംരക്ഷണം, ഡയറി, മൃഗശാല എന്നിവയുടെ അധിക ചുമതല കൂടി നൽകാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ B അശോകിനെ ആയുഷ് വകുപ്പിന്റെ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു. റാണി ജോർജ് IAS-ന് മ്യൂസിയം, ആർക്കിയോളജി, ആർക്കൈവ്സ് വകുപ്പുകളുടെ ചുമതല കൂടി നൽകാനും തീരുമാനമായിരിക്കുന്നു. T ഭാസ്കരനെ ലാൻഡ് ബോർഡ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു. മറ്റൊന്ന് പത്മകുമാറിനെ ലാൻഡ് റവന്യൂ ബോർഡ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു. കൊച്ചി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറുടെ അധിക ചുമതല ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള രാജ്യമാണിക്യത്തിന് നൽകാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. മറ്റൊരു സുപ്രധാന തീരുമാനം എന്ന് പറയുന്നത് മേജർ K മനോജ് കുമാറിന്റെ കുടുംബത്തിന്, കഴിഞ്ഞ ദിവസം അന്തരിച്ച മേജർ K മനോജ് കുമാറിന്റെ കുടുംബത്തിന് 5 സെന്റ് സ്ഥലവും വീടും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു പുറമെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് 5000 രൂപ പ്രതിമാസം പെൻഷൻ നൽകാനും തീരുമാനമായിരിക്കുന്നു. കൂടാതെ മറ്റൊന്ന്, കൊല്ലത്ത് തൂണ് തകർന്ന് വീണ് മരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ നിശാന്തിന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനമായിരിക്കുന്നു. നേരത്തെ അത് 1 ലക്ഷമായിരുന്നു. അതിപ്പോൾ 3 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവാകും.